ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമില്ല, എനിക്ക് കുറച്ച് ഷോർട്സ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ഷോർട്ട് റിലീസായിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഷോർട്ട് കണ്ട് നോക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വയ്ക്കാം. അത് ഇതുവരെ ഞാനിടാതൊരു ഷോർട്ടാണ്. സോ തീർച്ചയായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കണത് നമ്മുടെ ചപ്പാത്തിയും അതിനോടൊപ്പം സോയ ചങ്ക്സും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം സോയ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ സോയ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു റോസ്റ്റഡ് കറി പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിൽ, അവളുടേതായ ലോകത്തിലാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സോയ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഇളം ചൂട് വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് നല്ലോണം വേവിച്ചു. നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പും വെച്ചിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാ വെന്ത് കാണുകയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഇത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. അഥവാ നമ്മൾ ഇതിങ്ങനെ പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേവിക്കാനുണ്ട്. സോ ഓൾമോസ്റ്റ് അതൊരു 20-25 മിനിറ്റ്സ് പിടിക്കും. ഇങ്ങനെ സാധാരണ പാത്രത്തിൽ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ പിടിക്കും കേട്ടോ. നമ്മൾ അഥവാ കുക്കറിലൊക്കെ വേവിക്കാൻ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുക്കറിൽ ഒരു വിസിലാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് പ്രഷറൊന്നും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. കാരണം നല്ലോണം വെന്ത് കിട്ടും. നമ്മൾ ഈ കുക്കറിലൊക്കെ വേവിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ പൊടിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാത്തത്. കാരണം പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രസമില്ല. കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക, ആ സോയയുടെ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും അത് ഉപ്പേരി പോലെ ആയിപ്പോവും. അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. സോ എനിക്ക് ഇങ്ങനെ പീസസായി കഴിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ നോൺ വെജ് കഴിച്ചതിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ പാത്രത്തിൽ വേവിക്കണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതാകുമ്പോൾ അഥവാ നിങ്ങൾക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ല, നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കേണ്ടി വരും. സോ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് പകുതി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പകുതി എന്ന് പറയുമ്പോൾ 2 പേർക്ക് 2 നേരം കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാൻ പാടില്ല. വേവിച്ചതിന് ശേഷം നമുക്കത് തന്നെ നമുക്ക് 3-4 കഷ്ണങ്ങളായിട്ട് നുറുക്കി വെക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു സബോള മതിയാവും, 1-2 മാക്സിമം 2 നമുക്ക് മതിയാവും കേട്ടോ. 3 ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് കൂടിപ്പോവും. സോ ഇതേപോലെ നമുക്ക് വലിയ കഷ്ണമായിട്ട് നമുക്ക് അങ്ങനെ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പൈസി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. നമ്മളിത് ചെറുതായിട്ട് നുറുക്കുമ്പോഴും ഇതേപോലെ നമുക്ക് വലുതായിട്ട് നുറുക്കി കഴിഞ്ഞാലും കറിക്ക് ഭയങ്കര വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നുറുക്കാണ് പ്രിഫർ ചെയ്യാറ്. ഇങ്ങനത്തുള്ള കറി അതുപോലെ ചിക്കനോ ഫിഷോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വലിയ രീതിയിൽ നുറുക്കി വെക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. അപ്പോൾ നമുക്കിനി എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മറ്റേ എന്താ പറയുക, ഉള്ളി, നമ്മുടെ സബോള, ഇതൊക്കെ നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് വരും. എനിക്ക് സോയയിൽ എനിക്ക് ചിക്കൻ കറിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തവ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് എണ്ണയിലേക്ക് ഞാൻ ഉള്ളി, നമ്മുടെ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് സോയാ ചങ്ക്സിൽ അത്യാവശ്യം വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാരണം ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കുറയ്ക്കാനായിട്ട്. പക്ഷെ ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വേവിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ നമ്മുടെ സബോളയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ചൊരു എളുപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ നമുക്ക് വഴറ്റി വിടാം. പിന്നെ എന്തൊക്കെ വിശേഷം ഗായ്സ്? അവിടെ എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിലൊക്കെ നല്ല മഴയുടെ അടിപൊളിയായിട്ട് നടക്കുകയല്ലേ? ഇവിടെ ഞങ്ങൾ പാവങ്ങള് ചുട്ടി പൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്തൊന്നും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. ഈ ഇടയ്ക്ക് ഒരു 2-3 ദിവസം ചൂടൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വീണ്ടും ചൂട് പഴയ പോലെ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളി
സോറി, ഞാൻ എപ്പോഴും ഈ ഉള്ളി ഉള്ളി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കംപ്ലൈന്റ് ആ. ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞു ഉള്ളി തന്നെയല്ലേ ഉള്ളി പറയാ. വലിയ ഉള്ളിയാണെങ്കിൽ അതിന് സബോള എന്ന് പറയാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ സബോള ഓക്കെ. അപ്പൊ സബോള നമ്മുടെ നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമുക്ക് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് സിമ്മിലാക്കിയിട്ട് വേണം പിന്നെ മസാലകളൊക്കെ ചേർക്കാനായിട്ട് കേട്ടോ. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ എന്തിനാ ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു മധുരത്തിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറി ഭയങ്കരമായിട്ട് എരിവായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, കഴിക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല. ഇടയിൽ കുറച്ചൊരു മധുരം ഉള്ളപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. പൊതുവെ എല്ലാവരും പറയാറുണ്ട്, ഇപ്പം ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. പക്ഷെ എന്തുകൊണ്ട് ആവണം എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതാ നമ്മുടെ സബോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട്, ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ജസ്റ്റ് കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയാൽ മതിയിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് വേണം ഓരോ പൊടികൾ ചേർക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളും എല്ലാം അടി പിടിച്ച് പോവും. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി, അതിനോടൊപ്പം ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇടാവുന്നതുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സോയാ ചങ്ക്സ് വെള്ളത്തോടെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അല്പം വറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ ചിക്കൻ പൊടി ചേർക്കാൻ പോവുകയാണ്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഞാൻ 1.5 ടീസ്പൂൺ ചിക്കൻ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് ഒരു ശരിക്കൊരു കിഡ് കോമ്പിനേഷൻ കേട്ടോ. നമ്മുടെ ചപ്പാത്തിയും അപ്പം പുട്ട്, എനിക്ക് നൂല് പുട്ടിൻ്റെ ഒപ്പം അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ദോശയോ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കണമെങ്കിൽ ഗ്രേവീൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു പരിവം മതി കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനല്ല, കാണുമ്പോൾ ചിക്കൻ പോലെ തോന്നിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയതാട്ടോ. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേഗം കഴിക്കാം. പെട്ടെന്ന് മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും, ചൂടോടെ കഴിക്കാം കേട്ടോ. ശരിക്കും ചപ്പാത്തിയുടെ ഒപ്പം അത് പിന്നെ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നല്ല കിഡ് കോമ്പിനേഷനാണ്. നമുക്ക് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാം. പക്ഷെ അത്രത്തോളം ഒരു എന്താ പറയുക, ആ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയില്ല, അത് കിട്ടില്ല. അത് മോൾക്ക് എന്താ പറയാനുള്ളത്? അവളുടെ വ്ളോഗാണ് കേട്ടോ. അവള് ഷൂട്ടിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, അവള് പറയണത് അവൾക്കൊരു ആക്ടിവിറ്റി വ്ളോഗ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ലെറ്റ്സ് സീ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സോയ ചങ്ക്സ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.